വഴിയറിയാതെ പകച്ചിരിക്കുവാന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ആരെങ്കിലും തിരക്കിക്കണോ? ഇത് നമ്മുടെ വിദ്യാധരൻ. അറിയാവുന്നതാണോ? പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തല്ലയോ? ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. വാ, കാണിച്ചു തരാം. ഇങ്ങോട്ട് വാന്നേ. കുറച്ച് കൃഷിയൊക്കെ ഉണ്ടേ. വലിയ പാടാ. കീടങ്ങളുടെ ശല്യമാ. കൃഷി ആഫീസിൽ കീടനാശിനി വന്നെന്ന് അറിഞ്ഞോണ്ടാ പോയത്. അവിടെ എന്തോരം തിരക്കാ. മോന് കൃഷിയൊക്കെ ഉണ്ടോ? എന്തൊരു വെയിലാ. നമുക്കൊരു വെള്ളം കുടിച്ചാലോ? എനിക്ക് വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടൊരു വെള്ളം കുടിച്ചില്ലെന്ന് പറഞ്ഞാലേ അത് ഞങ്ങൾക്കാ മോശം. ഇങ്ങോട്ട് വാന്നേ. ദേ, ആ കടയിൽ നല്ല 1-ാം തരം ജ്യൂസ് കിട്ടും. ഒരെണ്ണം അടിച്ചാലോ? വാന്നേ, വാന്നേ ഇങ്ങോട്ട്. ഇങ്ങോട്ടിരുന്നു. ചേട്ടാ, 2 പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ അല്ലെങ്കിൽ വേണ്ട. 2 ക്യാരറ്റ് ജ്യൂസ് അടിച്ചോ. ക്ഷീണത്തിന് നല്ലതാ. അതെ, അതിഥി തൊഴിലാളികളാ. അതാ ചെറിയൊരു ലേറ്റ്. ഞാൻ പോയി എടുത്തോട്ട് വരാം. ആഹാ, സിഗരറ്റ് വലിയുണ്ടോ? അതെ, ഈ സിഗരറ്റും വെള്ളമൊന്നും ഞാൻ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല. പെട്ടെന്ന് മരിച്ചു പോകും. അതാ. കുടിക്ക്. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. മോൻ്റെ വീട് എവിടാ? കുറച്ച് വടക്കുന്നാ. വടക്കെന്ന് പറയുമ്പം കണ്ണൂർ. കണ്ണൂർ ഞാൻ വന്നിട്ടുണ്ട്. കുടിക്കുന്നില്ലേ? കുടിക്ക്. പോകണ്ടേ നമുക്ക്? നിന്റെ ജയിലിലെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു? തനിക്ക് എന്നെ അങ്ങനെ അറിയാം? കഴിഞ്ഞ 15 വർഷം നിന്റെ മുഖം ഒരു ദിവസമെങ്കിലും ഓർക്കാതെ ഒരു ജീവിതം എനിക്കുണ്ടായിട്ടില്ല. മരിച്ചുപോയ വൈശാഖിനെ നിനക്ക് ഓർമ്മയുണ്ടോ? നീ നിഷ്കരണം വെട്ടിക്കൊന്ന വൈശാഖിനെ. വിദ്യാധരൻ? എൻ്റെ മകനായിരുന്നു. എത്ര വെട്ടുവെട്ടി. ഓരോ വെട്ടുകൊള്ളുമ്പോഴും ഇനി വെട്ടരുതേ നമുക്ക് ചെയ്യാം. എന്റെ കുഞ്ഞിന്റെ മരണത്തിന് നീ എന്ത് നേടി? നിന്റെ പ്രസ്ഥാനം എന്ത് നേടി? നിന്റെ നേട്ടങ്ങൾ പോട്ടെ, എന്റെ നഷ്ടങ്ങളെ കുറിച്ച് നിനക്ക് കേൾക്കണം. ഒരു മകന്റെ വേർപാട്, അവന്റെ അമ്മയുടെ വേദന, ഒടുവിൽ നീറി നീറി കിണറ്റിൽ ചാടി സ്വയം ഇല്ലാതായവൻ. ഒക്കെ എന്റെ നഷ്ടങ്ങളാണ്. ആള് മാറി കയ്യോത്തം പറ്റി പോയതാ.
വർഷത്തെ എൻ്റെ പ്രതികാരമാണ് നീ ഇപ്പൊ കുടിച്ചു തീർത്തത്. ഏറിയ 15 മിനിറ്റ്, അതിന് മുന്നോട്ട് നിനക്ക് ജീവിതമില്ലടാ. ഈ പ്രായത്തിൽ ജയിലത്ര സുഖമല്ല. ഇത് ഞാൻ വെച്ചോളാം. ഇത് തനിക്കുള്ളതാണ്. എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. ജയിൽ മോചിതനായ കൊലക്കേസ് പ്രതി വഴിയരികിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ. മൃതദേഹത്തിനരികിൽ നിന്നും മാരക വിഷത്തിൻ്റെ കുപ്പി പോലീസ് കണ്ടെടുത്തു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പ്രായശ്ചിത്തത്തിനായി തൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും കൊല്ലപ്പെട്ട വൈശാഖിൻ്റെ പിതാവിന് നൽകാൻ തീരുമാനിച്ചതായി ഇയാൾ വാർഡനോട് പറഞ്ഞിരുന്നത്രേ.